ബെയിലി പാലം പൂർണ്ണമായി സെറ്റാവുകയാണ്. അതിനോട് ചേർന്ന് അതല്ലാതെ ചെറിയൊരു പാലം കൂടി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ കടന്നു പോകുന്ന ഇന്നലത്തെ ഉണ്ടാക്കിയ പഴയ പാലത്തിൽ കൂടി തന്നെയാണ് രക്ഷാദൗത്യ പ്രവർത്തകർ മുണ്ടക്കൈ മേഖലയിലേക്ക് കയറുകളും ആവശ്യമുള്ള സാമഗ്രികളുമായി അങ്ങോട്ടേക്ക് പോകുന്നത് പഴയ പാലത്തിൽ കൂടി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബെയിലി പാലത്തിന് പുറത്തായി പണിയുന്ന ചെറിയ പാലത്തിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ പണികൾ അവസാനിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ ഇതുവഴി തന്നെ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ടാണ് എത്രയധികം ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ 250ഓളം പേർ ഈ മുണ്ടക്കൈ മേഖലയിൽ തന്നെ രക്ഷാദൗത്യം നടത്താനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ ഇന്നലെ വൈകിട്ട് മഴ കാരണം രക്ഷാദൗത്യം നിർത്തിവെക്കുമ്പോൾ അതുവഴി കടന്നു വന്നിരുന്നു. ആ സമയത്ത് ഈ രണ്ട് പാലങ്ങളും ഒരേപോലെ ഉപയോഗപ്പെടും. കാര്യം അവർ വരി നിന്ന് ക്യൂ നിന്ന് വരേണ്ട സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പാലം കടന്ന് ഇപ്പുറത്തേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ രണ്ട് പാലങ്ങൾ ഇതിനോടകം തന്നെ സജ്ജമാകുന്നു. അത് ഒന്ന് ഈ പഴയ പാലം അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ബെയിലി പാലത്തിനടുത്തായി കുറച്ചുകൂടി വീതിയിൽ കുറച്ചുകൂടി ആളുകൾ കുറേ സമയം തന്നെ സഞ്ചരിക്കുക. ഇത് ഈ കയറി പിടിച്ച് ഒരു സമയം ഒരാൾക്ക് മാത്രമാണ് പോകാൻ കഴിയുന്നത്. മറ്റേ പാലം അങ്ങനെയെല്ലാം തോന്നുന്നു ഒരേ സമയം കൂടുതൽ പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാൾക്കൂട്ടമൊക്കെ ആ പാലത്തിനുള്ളിൽ കയറാൻ കഴിയുന്ന രീതിയിലുള്ള കരുത്ത് ആ പാലത്തിനുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഈ അതിഭീകരമായ പ്രതികൂല സാഹചര്യങ്ങളിലും രക്ഷാദൗത്യം അതിനോടൊക്കെ ചെറുത്ത് നിന്നുകൊണ്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ പാലം പണിയൊക്കെ അതിനോടുള്ള ചെറുത്തുനിൽപ്പാണെന്ന് ഉറപ്പായും പറയാം. ഇന്നിപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിലെ രക്ഷാദൗത്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ എത്രത്തോളം ആളുകൾ ഏതൊക്കെ മേഖലകളിലുണ്ട് എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ അവിടെ പോയ രക്ഷാദൗത്യ സംഘത്തലവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, സ്കൂളിലും ഒരു വീടിനും 1-2 വീടുകൾക്കടുത്തൊക്കെയുള്ള മൃതദേഹങ്ങൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി അവർ കണ്ടു. അത് എടുക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണം ഈ യന്ത്രസാമഗ്രികളുടെ അഭാവമാണ്. അതങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഇന്ന് ഈ മേഖലയിൽ കിടക്കുന്ന അവർ സംശയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ വിശാലമായ പരിശോധന നടക്കാൻ പോകുന്നു. മാത്രമല്ല പൊളിഞ്ഞ വീട് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും പൊളിഞ്ഞു കിടക്കുന്ന ചെളി നിറഞ്ഞു കിടക്കുന്ന പല പല കൂനകൾ ആ മേഖലകളിലൊക്കെ ഉണ്ട്. അത് പണ്ടൊരു വീട് അല്ലെങ്കിൽ നേരത്തെ ഉരുള് പൊട്ടിയെത്തുന്നതിന് മുമ്പ് അവിടെ ഒരു വീടായിരുന്നു, അതിലുള്ള ജീവിതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ വീടുകളിൽ ചെളി നിറഞ്ഞങ്ങനെ കിടക്കുകയാണ്. ആ വീടുകളുടെ കോൺക്രീറ്റ് പാളികളൊക്കെ ഇളക്കി പൊളിച്ചൊക്കെ പരിശോധിച്ച് നോക്കണം. എന്നാൽ മാത്രമേ പ്രേക്ഷകർ കാണുന്ന ബെയിലി പാലമാണ്. ബെയിലി പാലം ആ പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്നു. അതിൻ്റെ ആ അർത്ഥത്തിലുള്ള നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതങ്ങനെയല്ല. ഇനി താഴെ തൂണുകൾ വെച്ച് ഉറപ്പിച്ച് ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ആ തൂണുകളൊക്കെയാണ് ഇനി വരാനുള്ളത്. യന്ത്രസാമഗ്രികൾ ഇത് ഓരോ ഘട്ടങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ണൂരിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സാമഗ്രികൾ ഗർഡറുകൾ ഒക്കെ വന്നിറങ്ങി അത് വയനാട്ടിലേക്ക് എത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ സാമഗ്രികൾ എത്തിയപ്പോഴാണ് ഈ പാലം പണി പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ബാക്കി അതിനെ ബലപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അത് ഉച്ചയോടുകൂടിയാണ് പൂർത്തിയാവുക. കാര്യം ഇത് നമ്മുടെ സാധാരണ പാലത്തിനെ പോലെ തന്നെ ഒരു ബലത്തിലുള്ള പാലമാണ്. ഷഫീദിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. 2017 നമ്മുടെ നാടാണ് ഏനാത്ത് ഈ സമാനമായൊരു ബെയിലി പാലം ഉണ്ടാക്കിയിരുന്നു. ഒരുപാട് നാൾ യഥാർത്ഥ പാലം കണക്കെ ആ പാലം അവിടെ തന്നെ നിന്നിരുന്നു. അത് കരുത്തുറ്റ പാലമാണ്. അപ്പോൾ അതിനെ കരുത്തുറ്റതാക്കാനാണെന്ന് തോന്നുന്നു ഷഫീദ് ഉച്ചവരെയുള്ള സമയം എന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ എങ്ങനെയാണോ ഈ മേഖലയിൽ നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അതവിടെ പ്രവർത്തിക്കും. പുതിയ പാലം വരും വരെ വേണമെങ്കിൽ ഷഫീദ്. ലക്ഷ്മി ചൂണ്ടിക്കാണിച്ച ഉദാഹരണത്തിന് എടുത്തു പറയുകയാണെങ്കിൽ അടൂരിനെയും കൊട്ടാരക്കരയും ഏറെക്കാലം കണക്ട് ചെയ്ത ആ പാലം അവിടെ ഉണ്ടായിരുന്നു. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തി കുറവ് അത് ഉണ്ടായിട്ടുമില്ല. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ അപ്പുറത്തേക്ക് കാശ്മീര ഈ ബെയിലി പാലം കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അങ്ങോട്ടേക്കുള്ള പോക്ക് വളരെ എളുപ്പമാകും. അതിപ്പോൾ ഏതാണ്ട് 60-70% പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ആർമി ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. പണി പൂർത്തീകരിച്ചാൽ JCB വരെയുള്ള വാഹനങ്ങൾ ബെയിലി പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയും. ഈ ചൂരൽമലയിൽ ഒരു വശത്ത് കെട്ടിടങ്ങളുള്ളതിനാൽ പാലത്തിന് തൂൺ സ്ഥാപിക്കുന്നതിൽ പ്രയാസമുണ്ട്. അതാണ് ഈ പാലത്തിൻ്റെ പണി വൈകാനുള്ളൊരു കാരണമായി നേരത്തെ തടസ്സമായത്. അതേസമയം ഇപ്പോൾ ഇനി നമുക്കിതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ചെയ്തു തീർക്കണം. അതിലൊന്ന്, ഇതിന് തൂണുകൾ കൂടുതൽ ഉറപ്പിക്കണം. അതിന് ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു സമയം എടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം മാത്രമായിരിക്കും ഈ പാലത്തിന് മുകളിൽ ഇരുമ്പ് തകിടുകൾ വിരിക്കുകയുള്ളൂ. അതിനുശേഷം വാഹനങ്ങൾക്ക് ഇതുവഴി അപ്പുറത്തേക്ക് പോകാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അപ്പുറത്തെ ഭാഗം, അതായത് മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഭാഗം, ആ ഭാഗത്ത് ഇപ്പോൾ JCBകൾ ഉണ്ട്. 1, 2, 3 JCBകൾ ഉണ്ട്. അതിനപ്പുറത്തേക്ക് JCBകൾ അവിടേക്ക് എത്തിക്കാൻ കഴിയും. കൂടുതൽ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക്, അത് ട്രാൻസ്പോർട്ടേഷൻ കണക്റ്റീവായി
ഒരു കണക്റ്റായത് മാറും. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾക്ക് അവിടേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. ഇപ്പോൾ തന്നെ ഏതാണ്ട് നിരവധി ആളുകൾ, ആർമി പേഴ്സൺസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആ ദൂരദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അവർ ആ മുണ്ടക്കയിൽ അവിടെ കുറേ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, അതുമാത്രമല്ല കുറേ അധികം വീടുകളുണ്ടായിരുന്നു, ചില പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോയൊരു സ്ഥലമാണ്. അവിടേക്ക് ഇപ്പോൾ ഈ ആളുകൾ പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഭാഗത്ത് അവിടെ മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ആ രീതിയിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണം, എങ്ങനെ ഇന്നത്തെ തെരച്ചിൽ നടത്തണം, അതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് പോയി മുണ്ടക്കൈ ഭാഗത്തെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ, മണ്ണിനടിയിൽപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ മാറ്റി നോക്കണം. ബേലിപ്പാലത്തെ സംബന്ധിച്ച് ബേലിപ്പാലം ഉച്ചയോട് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മിഷൻ്റെ ഒരു പ്രധാന കടമ്പ നമുക്ക് പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയും. പക്ഷേ ഈ വേദനാജനകമാണ്, വലിയ പ്രയാസകരമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി, ദുരന്തമുഖത്ത് നിൽക്കുന്ന രക്ഷാപ്രവർത്തകർ ഒറ്റക്കെട്ടായി നേരിടുകയാണ്. ഈ ബെയിലിപ്പാലം നിലവിലിപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ, ഇന്നലെ രാത്രി മുഴുനീളം സമയം ജലപാനമില്ലാതെ ഈ മനുഷ്യർ ഈ പാലമുണ്ടാക്കാൻ ഇന്ത്യൻ ആർമി കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മറ്റൊരു ആർമി സംഘം അവർ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവരും തിരച്ചിലിൽ പങ്കെടുക്കും. അതിൻ്റെ കണക്കടക്കമുള്ള കാര്യങ്ങൾ ആർമി ഔദ്യോഗികമായി തന്നെ നമ്മളെ അറിയിക്കുകയും ചെയ്തിരുന്നു. മറുഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതാണ് ഹഷ്മി. അതായത് വരിവരിയായ ആളുകൾ അകത്തേക്ക് പോവുകയാണ്. ആരോഗ്യ പ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഈ ആർമി സംഘങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ടവർ എവിടെ? ഏതാണ്ട് 243 പേർ മിസ്സിങ്, 240 പേർ ഇപ്പോഴും മിസ്സിങ്. അവരെക്കുറിച്ചൊരു വിവരവുമില്ലെന്നാണ് ഔദ്യോഗികമായി സർക്കാരിൻ്റെ കണക്ക്. അപ്പോൾ അത്രയും മനുഷ്യർ എവിടെ എന്നുള്ളൊരു ചോദ്യം അത് അവശേഷിക്കുന്നുണ്ട്. ഓരോ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ അവശേഷിക്കുന്നു. അതൊരു ചോദ്യമായി വരുന്നു. അവരൊക്കെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായും പൊട്ടി ഹൃദയങ്ങളുമായും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഭൂമിയോ വീടോ എന്നതിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ട മനുഷ്യരെ ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരൊക്കെ അതായത് അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മാറി നിൽപ്പുണ്ട്. അവരടക്കം ഈ തിരച്ചിലിലേക്ക്, അവരുടെ മണ്ണിലേക്ക് തിരികെ പോവുകയാണ്. അവർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ സ്വൈര്യമായി ഉറങ്ങിയിരുന്ന മണ്ണിലേക്ക് അവർ പോവുകയാണ്. അവിടെ അടക്കം പോയി ഒരു വലിയ തരത്തിലുള്ള തിരച്ചിൽ അവിടെ നടത്തേണ്ടത് അനിവാര്യമാണ്. ആ രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. അതേസമയം ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണവും മറുഭാഗത്ത് നമുക്ക് ഈ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നത് നമ്മൾ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ വേദനയോടെ കണ്ടതാണ്. അതിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പൊതിഞ്ഞുകൊണ്ടൊക്കെ ഓടി വരുന്ന ഉദ്യോഗസ്ഥരെ, റെസ്ക്യൂ ടീം അംഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ സമാനതകളില്ലാത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു വലിയ ദുരന്തം, ആ ദുരന്ത ഭൂമിയാണിത്. ആ ദുരന്ത ഭൂമിയിൽ കേരളം ഒന്നിച്ച് രക്ഷാപ്രവർത്തനത്തിന് കൈകോർക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ വലിയ സേവനം അതുണ്ടാകുന്നു. അഹോരാത്രം ജലപാനമില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുന്നു. ഈ ദുരന്തത്തെ ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഹഷ്മി, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഒരിക്കലും അത് ഉണ്ടാകരുത് എന്നുള്ളതാണ്. പക്ഷേ ഒരു റിയാലിറ്റി ഇവിടെ അപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഹഷ്മി. കാരണം ചാലിയാറിലൂടെ ഇങ്ങനെ ഒഴുകി കിലോമീറ്ററുകൾ പോയ ആ മനുഷ്യരുടെ ഈ ചിതറിത്തെറിച്ച മൃതദേഹങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വ്യാപ്തിയിലേക്ക് ഈ ദുരന്തം മാറി എന്നുള്ള കാര്യത്തിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി ആ രീതിയിലേക്ക് മാറി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നു. രാഹുൽ VS ഒരു വൈറ്റ് ഫ്രെയിം, അതായത് എത്രത്തോളം ദുഷ്കരമാണ് ഈ പ്രവർത്തനം എന്നുള്ള കാര്യം ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. ഈ മനുഷ്യർ ആ രീതിയിൽ കഷ്ടപ്പെടുന്നൊരു കാഴ്ച നമുക്ക് കാണാം. വലിയ ചെളിയുണ്ട് കാശ്മീർ. അതായത് ഈ മണ്ണ് ജലം ഇങ്ങനെ ഒഴുകി കയറി പോയ ഭാഗങ്ങളിലൊക്കെ വലിയ ചെളികളുണ്ട്, ചെളിക്കൂനകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഈ മനുഷ്യർ നടത്തുന്നത്. അത് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് അവരുടെ അക്ഷീണമായ ഒരു കഠിന പ്രയത്നം അത് നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വീണ്ടും കോട കാര്യമായ വിസിബിലിറ്റി ഇഷ്യൂ ആയി മാറുന്നുണ്ട്. ഏതായാലും ഈ താൽക്കാലിക പാലത്തിലൂടെ അപ്പുറത്തേക്ക് മനുഷ്യർ കടന്നു പോകുന്നു. ഇപ്പുറത്ത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഉദ്യോഗസ്ഥ യോഗവും സർവകക്ഷി യോഗവും ചേരുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് നമ്മൾ കർണാടകയിലെ ശിരൂർ മണ്ണിടിച്ചിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു നീക്കം ഒരു മൂവ് നടത്തിയ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലനം സംഘവും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം മുൻപ് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം ഇന്ന് തന്നെ വയനാട്ടിലേക്ക് എത്തും. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഇന്ന് തന്നെ ഡ്രോൺ പരിശോധന ആരംഭിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു. ഒരു മിനിറ്റ് ഷഫീദ്, ഈ ബെയിലി പാലത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു ഈ സമയം അത്രയും. അത് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. അതിൻ്റെ പണി ഇന്നലെ രാത്രി കൊണ്ട് ഒരുപാട് മുന്നോട്ടേക്ക് പോയി എന്നുള്ളത്. ഇന്നലെ വൈകുന്നേരത്തേക്കാൾ കൂടുതൽ രാത്രി കഴിയുമ്പോഴേക്കും അത് ഇരുകരകളെ ബന്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഗഡറുകൾ അല്ലെങ്കിൽ തൂണുകൾ ബന്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സംവിധാനങ്ങൾ സജ്ജമാണ്. ഇനി അധികം പണി ബാക്കിയില്ല, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി
എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ ഫിക്സ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ കൊണ്ടുവന്ന് ഇതിനിടയിൽ പാലത്തിൻ്റെ ആ വിടവുകൾ ഫിക്സ് ചെയ്യലാണ് ഇനി ബാക്കി പണി തോന്നുന്നത്. ചെറിയ പണിയല്ല, വലിയ പണി തന്നെയാണ്. പക്ഷേ ആ പാലം പണിയിൽ ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നു. അധികം ഇനിയിപ്പോൾ പരമാവധി ഉച്ച സമയമാകുമ്പോഴേക്കും അത് പ്രവർത്തന സജ്ജമാകും. കാര്യം ഈ പണിയുടെ പുരോഗതി വെച്ച് നോക്കുമ്പോഴേക്കും പരമാവധി ഉച്ച സമയത്തിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഈ ബെയിലി പാലം JCB-കൾക്കൊക്കെ കടന്നു പോകാൻ പരുവത്തിന് അത് പ്രവർത്തന സജ്ജമാകും എന്ന് തന്നെ വേണം കരുതാൻ. കാര്യം ഈ ഇന്നലെ വൈകുന്നേരം നമ്മൾ എന്താണ് ഏറ്റവും രാത്രി കാണുമ്പോൾ പോലും പണി അത്രത്തോളം ആയിരുന്നില്ല. രാവിലെ ആകുമ്പോഴേക്കും അത് ഒരുപക്ഷെ പകൽവട്ടത്തിൽ കൂടി ആവുന്നതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമാകുന്നു. പണി ഏതാണ്ട് പൂർണ്ണമാകും. പ്രേക്ഷകർ കണ്ടിരുന്നു നേരത്തെ ആ ബെയിലി പാലത്തിന് തൊട്ടിപ്പുറത്ത് മറ്റൊരു പാലത്തിൽ കൂടി ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ആളുകൾ സഞ്ചരിക്കുന്ന താൽക്കാലിക ചെറിയ പാലത്തിനേക്കാൾ കൂടുതൽ വലിയ പാലമാണ്. ആ പാലം കടന്ന് മുണ്ടക്കൈ മേഖലയിലേക്ക് ആളുകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് അത് പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കൈയിലേക്ക് ഇന്നത്തെ രക്ഷാദൗത്യം അവിടെ തുടങ്ങുകയാണ്. അങ്ങോട്ടേക്ക് ദൗത്യസേനാംഗങ്ങൾ, വിവിധ സേനാ വിഭാഗങ്ങൾ, NDRF, ഫയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, അങ്ങനെ പിന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ, പ്രതിഫലേച്ഛകളില്ലാത്ത വയനാടിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങോട്ടേക്ക് വരുന്ന രക്ഷാപ്രവർത്തകർ, വിവിധ യുവജന സംഘടനകൾ, എല്ലാവരുമുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി മറ്റു ഭേദചിന്തകളില്ലാതെ ഈ ദുരന്ത മേഖലയിലുണ്ട്. മുണ്ടക്കൈ മേഖലയിലേക്ക് അവർ കടന്നു പോവുകയാണ്. മുണ്ടക്കൈ മേഖലയുടെ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. മുണ്ടക്കൈ മേഖല കടന്ന് ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ അവിടെ ബാക്കിയാണ്. ഇന്നലെ രക്ഷാദൗത്യ സംഘം കയ്യിൽ മറ്റ് ആയുധങ്ങളില്ലാത്ത കാരണം, എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിക്കാസോ അവരുടെ കയ്യിൽ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ കൊണ്ട് സാധ്യമാകുന്നതായിരുന്നില്ല. അത് വലിയ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമുണ്ട്, വലിയ കോൺക്രീറ്റ് കട്ടറുകളടക്കമുള്ള മെഷീനറി ആവശ്യമുണ്ട്. അതൊക്കെ ഇന്നങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എത്തുമ്പോഴേക്കും ഇന്നലെ അവർ കണ്ടുവച്ച സ്ഥലങ്ങളിൽ, അവർ ലൊക്കേറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ കൂടുതൽ കാര്യക്ഷമമായ പരിശോധനയുടെ ദിവസമാണ്. അത് ഒരേ സമയം പ്രത്യാശയുടെയുമാണ്, ഒരേ സമയം ആശങ്കയുടേതുമാണ്. പ്രത്യാശയുടേതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ആ പരിശോധനയിൽ ഒരു പ്രാണൻ്റെ തുടിപ്പുണ്ടോ എന്നറിയാൻ കഴിയുമെന്നത് പ്രത്യാശയുടെ ആശങ്കയാണെങ്കിൽ 282 എന്ന് പറയുന്ന ഈ മരണക്കണക്ക്, ഈ വല്ലാത്ത കണക്ക്, സങ്കടപ്പെടുത്തുന്ന ആ ഫിഗർ ഏതവസ്ഥയിലേക്ക് ഉയരും എന്ന ആശങ്കയാണ് അതിൻ്റെ ആശങ്കാ ഘടകം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. പക്ഷേ എത്രത്തോളം ആ പ്രാർത്ഥന സാധ്യമാണ് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. കാര്യം ഇന്നലെ തന്നെ രക്ഷാദൗത്യ സംഘം പറഞ്ഞു മുണ്ടക്കൈയിൽ ഇനി ഒരുപാട് പല സ്ഥലങ്ങളിലുണ്ട്. അത് മാത്രമല്ല 98 പേരെ കാണാതെ ആയിട്ടുണ്ട് എന്ന സർക്കാർ കണക്കിൽ നിന്നും ഇന്നലെ തന്നെ അത് 220-ലേക്കൊക്കെ വന്ന് നമ്മൾ കണ്ടു. അതൊന്നുമല്ല, അതിനു മുകളിലേക്കൊക്കെ ഉണ്ട് കാണാതായവരുടെ മിസ്സിംഗ് കണക്കുകളെന്ന് പ്രദേശവാസികൾ പറയുന്നു. അത് അവർ പറയുന്ന കണക്കൊക്കെ കേട്ടാൽ നമുക്ക് പേടിയാവുന്ന രീതിയിലാണ് അവർ പറയുന്ന കണക്കുകൾ. ആ കണക്ക് അത്രത്തോളം കണക്കാവാതിരിക്കട്ടെ. എന്നാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കണക്കുകൾ പ്രകാരം തന്നെ 200ഓളം പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ തുടരുകയാണ്. എവിടെയെങ്കിലുമൊക്കെ 250 കടന്ന മരണക്കണക്കിലാണ്, ഒരു മരണക്കണക്കിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. 200ഓളം പേരെ കാണാതാവാത്ത സാഹചര്യമുണ്ട്. ആ കാണാതായവർ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ക്യാമ്പുകളിലോ എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം പരമാവധി പൂർത്തിയാകട്ടെ എന്നാണ് പറയേണ്ടത്. പക്ഷേ അത് എത്രത്തോളം ആ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകുമെന്നൊക്കെ കാത്തിരുന്ന് കാണണം. കാര്യം ഈ ചാലിയാർ പുഴയോരങ്ങളിലൊക്കെ നമ്മൾ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആ ചാലിയാർ പുഴയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറിയ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ നമ്മളവിടെ കണ്ടെടുക്കുന്ന കാഴ്ച കണ്ടു. ഒരുപാട് 10, 40, 44ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ചാലിയാർ പുഴയും മുണ്ടക്കൈ മേഖലയും വേദനയുടെ കേന്ദ്രമാകുന്നു. പ്രേക്ഷകർ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്, ബെയിലി പാലത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ. ബെയിലി പാലം ഏതാണ്ട് പൂർണ്ണമായി സജ്ജമാകുന്നു. ഉച്ചയോടുകൂടി തന്നെ അതിന് ബാക്കി പണികൾ കൂടി പൂർത്തിയാക്കി JCB അടക്കം അങ്ങോട്ടേക്ക് എത്താൻ പൂർണ്ണമായി സജ്ജമാകും എന്നാണ് കരുതേണ്ടത്. ബെയിലി പാലത്തിൻ്റെ ഇപ്പുറത്ത് താൽക്കാലിക പാലം, അത് നേരത്തെയുള്ള ചെറിയ പാലത്തിനേക്കാൾ കുറച്ചുകൂടി കരുത്തുറ്റ പാലമാണ്. ഈ നേരത്തെയുള്ള താൽക്കാലിക പാലത്തിൽ ഒരു സമയം കയറി പിടിച്ച് ഒരാൾക്ക് മാത്രം പോകാൻ കഴിയുന്നുവെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് ഒരേ സമയം പോകാൻ കഴിയുന്ന, എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റും വളരെ സഹായകരവും. അത് ഇന്ന് ദൗത്യത്തിന് ഒരു ഊന്നൽ ദൗത്യത്തിന് വലിയ പ്രാധാന്യം, ദൗത്യത്തിന് വലിയ ശക്തി പാലങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.